ശിരൂരിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നത് വൈകും. പുഴയിലെ മണ്ണ് നീക്കം ചെയ്യാൻ തൃശൂരിൽ നിന്ന് അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ എത്തിക്കാനാണ് നീക്കം. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞോ എന്നറിയാൻ ഇന്ന് വീണ്ടും പരിശോധന നടത്തും. ശ്രീകാന്ത് ചേരുന്നു, ഒപ്പം അരുൺ പാറക്കലും ശിരൂരിൽ നിന്ന്. ആദ്യം ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, ഈ ദൗത്യം ഇനി എങ്ങനെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത നൽകുന്നില്ല. ആദ്യം അത് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും കേരളം തുടരണം എന്ന് അർജുൻ്റെ കുടുംബം അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം പ്രതികരിക്കുന്നത്? ഗോകുൽ, ഈ ദൗത്യം താൽക്കാലികമായാണ് നിർത്തിയത്, അത് വീണ്ടും തുടരും എന്നിവർ പറയുമ്പോഴും ഈ വീണ്ടും തുടരാൻ ആര് മുൻകൈയെടുക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും അവ്യക്തതയുണ്ട്. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ആ കുടുംബം മാത്രമാണ് ഇനി ഇപ്പോൾ ഇതിന്റെ പിന്നാലെ നടക്കാനുള്ളത്. കാരണം ജില്ലാ ഭരണകൂടവും കാർവാർ MLA യും അതോടൊപ്പം മറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഇവിടം വിട്ടുകഴിഞ്ഞു. നമ്മളുണ്ടായിരുന്ന ഹോട്ടലിലാണ് ഒട്ടുമിക്ക ആളുകളും താമസിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അവിടം പൂർണ്ണമായും വിജനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ 2 MLA മാർ നിലവിൽ ഇവിടെയുണ്ട്. അവർ മാത്രമാണ് നിലവിൽ ഇപ്പോഴും ഇവിടെ തുടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പക്ഷേ ഇന്ന് ഈ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാനുള്ള തിരച്ചിൽ നടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴത്തേക്ക് ആരംഭിക്കും എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. ഒരു പക്ഷേ 10 മണിയാകുമ്പോൾ, സാധാരണ ദിവസങ്ങളിലേതുപോലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വന്ന് അതിൽ ഒരു പരിശോധന ഉണ്ടാകും. പക്ഷേ ആ പരിശോധന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ വലിയ തൃശ്ശൂരിൽ നിന്നും ഈ വലിയ ഡ്രഡ്ജർ അവിടെ നിന്നും ഇവിടെ എത്തണം. അത് പിന്നീട് കൃത്യമായി അസംബിൾ ചെയ്ത് ഈ പുഴയിലേക്ക് ഇറക്കാനൊക്കെ സാധിക്കണം. അത് പുഴയിലേക്ക് ഇറക്കിയാൽ തന്നെ അവിടെയുള്ള ചെളിയും മണ്ണും അടക്കമുള്ള വലിയ ആൽമരമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം തന്നെ എടുത്തു കളഞ്ഞ് അതിനടിയിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് പിന്നെയും ഒട്ടനവധി ദിവസങ്ങൾ എടുക്കുകയും ചെയ്യും. അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു 2 ആഴ്ച കാത്തിരിക്കേണ്ടി വരും ഈ നടപടികളൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ആകാൻ. അതും എത്ര വലിയ സമ്മർദ്ദം കൊടുക്കണം ഇതൊക്കെ ഒന്ന് നടന്നു കിട്ടാൻ എന്നുള്ളതാണ് വളരെ വിഷമിപ്പിക്കുന്ന കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അതുവഴിയുള്ള പ്രധാനപ്പെട്ട പാതയാണിത്. കാർവാറിൽ നിന്നും മംഗലാപുരത്തേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് ഈ കാണുന്നത്. ഇത് ആ സംഭവം ഉണ്ടായ ആ സമയം മുതൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇതുവരെയും തുറന്നിട്ടില്ല. രാത്രി സമയത്ത് മാത്രം ഒന്ന് തുറന്നു കൊടുക്കും. അതായത് വലിയ ചരക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കും. പിന്നീട് പൂർണ്ണമായും അടച്ചിടുകയും ചെയ്യും. ഇത് തുറന്നു കൊടുക്കണം എന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഈ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിയ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അത് അംഗീകരിച്ചേക്കാൻ ഇടയുണ്ട്. ഭാഗികമായെങ്കിലും പകൽ സമയത്തും ഈ യാത്ര നടത്താൻ ചരക്ക് വാഹനങ്ങൾക്കടക്കം അനുമതി നൽകിയേക്കും. അക്കാര്യത്തിൽ ഇന്നൊരു 8-9 മണിയൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ ഒരു തീരുമാനം വരാനും സാധ്യതയുണ്ട്. നിലവിൽ ഇതുവഴി വാഹനങ്ങൾ വിടുന്നില്ല, രാത്രി മാത്രമാണ് വിടുന്നത്. പക്ഷേ ഇവരുടെ ആവശ്യം വലിയ ശക്തമായി തന്നെ വരുന്നുണ്ട്. ഇത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടനാഴി കൂടിയാണ്. അതിനാൽ തന്നെ ഇത് തുറന്നു കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്നിപ്പോൾ 2 ആഴ്ചയാവുകയാണ്, 14ാം ദിവസമാണ്. പക്ഷേ അർജുനെ കുറിച്ചൊരു വിവരവുമില്ല, അർജുന്റെ ലോറിയെ കുറിച്ചൊരു വിവരവുമില്ല. ഉണ്ടായിരുന്ന ആളുകളൊക്കെ പിരിയുകയും ചെയ്തു. ഇനി എന്ത് എന്ന ചോദ്യമായി അവശേഷിക്കുകയാണ്. ഇനി എപ്പോൾ രക്ഷാപ്രവർത്തനം എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ ഒരു ഉത്തരവുമില്ല. ശരി ശ്രീകാന്ത്, ഏതായാലും ഇനി എങ്ങനെ ഈ ദൗത്യം തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നത്, കേരള സർക്കാർ ആവശ്യപ്പെടുന്നത്, തെരച്ചിൽ ഒരു കാരണവശാലും നിർത്തിവെക്കരുത്, സാധ്യമാകുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഡ്രഡ്ജർ ആണെങ്കിൽ അത് 24 മണിക്കൂറിനകം എത്തിക്കാമെന്ന് കേരളം ഇന്നലെ വാഗ്ദാനം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിന് മുമ്പ് ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധിക്കാനാകുമോ എന്ന സാധ്യത ആദ്യം അതിൻ്റെ ഓപ്പറേറ്റർ വന്ന് പരിശോധിക്കട്ടെ എന്നതായിരുന്നു യോഗത്തിലെ നിലപാടെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പാറക്കൽ കൂടി ചേരുന്നുണ്ട്. അരുൺ, അവിടെ ഈ 200-ലധികം ആളുകൾ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും മടങ്ങി എന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. നേവിയുടെയും ആർമിയുടെയും ഒക്കെ സംഘം ഇപ്പോഴും അവിടെ ഉണ്ടോ? ഇതിന് നേതൃത്വം നൽകിയിരുന്ന ജില്ലാ ഭരണകൂടമൊപ്പം കാർവാർ MLA ആണ് ഏറ്റവും മുൻകൈയെടുത്ത് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവരുടെയൊക്കെ സാന്നിധ്യം ഇന്ന് പ്രതീക്ഷിക്കാനാവും അവിടെ? ഗോകുൽ, ഇന്നിപ്പോൾ 14ാമത്തെ ദിവസമാണ്. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോട്ടലിൽ നിന്ന്, അതായത് MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 MLA മാർ മാത്രമാണ് ഈ ഹോട്ടലിൽ ഉള്ളത്. മറ്റുള്ള നാവികസേനയുടെയും ആർമിയുടെയും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ നിന്ന് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി 2 ദിവസം ഈ തെരച്ചിലൊന്നും ഉണ്ടാവില്ലെന്ന് ഇന്നലെ തന്നെ
ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. അതിന് കാരണം പറഞ്ഞത് തൃശ്ശൂരിൽ നിന്നൊരു ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കണം. ആ മെഷീൻ എത്തിച്ച് ഈ ഗംഗാവലി പുഴയിൽ അത് നിർത്തി ജലനിരപ്പിൽ നിർത്തിക്കൊണ്ട് ഇത് പരിശോധിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന അവലോകന യോഗം, ഇന്നലെ രാത്രിയോട് ചേർന്ന അവലോകന യോഗത്തിലൊരു തീരുമാനമുണ്ടായത്. ആ നടപടിക്രമം പൂർത്തിയാക്കണമെങ്കിൽ ആദ്യം ഒരു ടെക്നീഷ്യൻ എത്തണം. ആ ടെക്നീഷ്യൻ എത്തി ഇത് ഇവിടെ നടപ്പിലാകുമോ, അതായത് ഈ ഗംഗാവലി പുഴയുടെ ഒഴുക്ക് രൂക്ഷമായി തന്നെ തുടരുകയാണ്, ആ ഘട്ടത്തിൽ ഇതിവിടെ നടപ്പിലാകുമോ എന്ന് പരിശോധിക്കണം. അതിൻ്റെ ശേഷമായിരിക്കും ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളവും ഈ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഈ തെരച്ചിൽ നിർത്തരുതെന്ന് അർജുൻ്റെ കുടുംബവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് കർണാടക മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രി കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടെക്നീഷ്യൻ എത്തുന്നതിനുള്ള കാലതാമസം എന്നാണ് ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം ഈ കാർവാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. ഈ ടെക്നീഷ്യനെ കേരളത്തിൽ നിന്ന് തന്നെ എത്തിക്കാമെന്ന് കേരളത്തിൽ നിന്നുള്ള MLA മാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് ഗോകുൽ. ഇനിയും 4 ദിവസത്തോളം മഴ തുടർച്ചയായി പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഈ മഴ അതിശക്തമായി തുടരും. കൊങ്കൺ ടെറിന്റെ പ്രത്യേകത എപ്പോഴാണ് ഈ മഴ പെയ്യുക എന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മാത്രമല്ല ശക്തമായ കാറ്റും അതുപോലെ തന്നെ നദിയിലെ അടിയൊഴുക്കുമുണ്ട്. ഇതിലെ ജലനിരപ്പ് മുൻ ദിവസത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടിയൊഴുക്ക് അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ഇത് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയൊക്കെ എങ്ങനെ തരണം ചെയ്യാമെന്നത് ഇപ്പോഴും പ്രശ്നമായി തുടരുകയാണ്. 14 ദിവസമായിട്ടും ഈ നദിക്കടിയിലെ മണ്ണും അതുപോലെ തന്നെ പാറക്കല്ലുകളും മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ ലോറിയുടെ സാന്നിധ്യമോ കണ്ടെത്താൻ നാവികസേനയ്ക്കോ അതുപോലെ തന്നെ ഈ ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനം. ഈ മാൽപേ സംഘം ഇറങ്ങി പരിശോധിച്ചെങ്കിലും അവർക്കും നിരവധി തവണ ഡൈവ് ചെയ്തിട്ടും ഈ നദിക്കടിയിലെ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ ഒരു സാന്നിധ്യം കണ്ടെത്തണമെങ്കിൽ ഈ മണ്ണും പാറക്കല്ലുകളും നീക്കം ചെയ്യണം. അതുപോലെ തന്നെ നദിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങൾ, അതായത് പല ഭാഗങ്ങളിൽ നിന്നും ഈ വെള്ളം കൂടിയ സമയത്ത് മരക്കഷ്ണങ്ങളൊക്കെ ഒഴുകി വന്നിട്ടുണ്ട്. തീർച്ചയായും. ഏതായാലും അവിടുത്തെ കാലാവസ്ഥ വലിയ വെല്ലുവിളിയാണ് ഈ തെരച്ചിൽ എന്ന് പറയുമ്പോഴും അർജുൻ്റെ കുടുംബത്തിന് അർജുനെ കണ്ടെത്തുക എന്നതാണ് ആവശ്യം. കേരളവും ആവശ്യപ്പെട്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ ഇനി എന്ത് സമീപനമാണ് കർണാടക സർക്കാരും കാർവാർ ജില്ലാ ഭരണകൂടവും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും ഒക്കെ എടുക്കുക എന്നതാണ് ഇന്ന് കാത്തിരിക്കുന്നത്. ഏതായാലും തെരച്ചിൽ വൈകും എന്ന സൂചനയാണ് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്.